സജ്ന റസൂൽ പൂക്കുട്ടി വിഷയം വലിയ രീതിയിൽ കത്തി നിൽക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. ആദ്യം സജ്ന ഫിറോസ് തനിക്കെതിരെ ഒരു വലിയ പ്രമുഖ വ്യക്തിയെ ചേർത്ത് തന്റെ പേരിൽ ആരോപണങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സജ്ന ഫിറോസ് രംഗത്തെത്തുന്നു. രണ്ടാമതായി ഫിറോസും വീഡിയോ ചെയ്യുന്നു, തങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫിറോസും വീഡിയോ ചെയ്യുകയാണ്. എന്നാൽ ഫിറോസ് പിന്നീട് ചെയ്ത വീഡിയോയിൽ ഇനി ഒരാളുണ്ട്, ഒരു പ്രമുഖനുണ്ട്, അവാർഡൊക്കെ കിട്ടിയ ഒരാളുണ്ട്, ഓസ്കാർ അവാർഡ് കിട്ടിയ ഒരാളുണ്ട് ഇതിന് പിന്നിൽ. സജിന ഗർഭിണിയാണെന്ന രീതിയിലൊക്കെ സജിന തന്നെ അത് പുറത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ ഫിറോസ് വീഡിയോസ് ചെയ്യുമ്പോൾ സജിന ഫിറോസിനെതിരെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. പൂക്കുട്ടിയെ, റസൂൽ പൂക്കുട്ടിയെ രക്ഷിക്കുക എന്ന ഒരു കാര്യത്തിന് വേണ്ടി സജിന ഫിറോസിനെതിരെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അവസാനം വരെയും സജിന ഇങ്ങനെ ഫിറോസിന് അവിഹിത ബന്ധങ്ങളുണ്ട്, ഏതൊരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ഫിറോസ് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നിരന്തരം വീഡിയോകൾ ചെയ്തു. അതിനുശേഷം ഒരു ഇടവേളയായിരുന്നു. ആ ഇടവേളയ്ക്ക് ശേഷം എത്തുന്നത് സജിന ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രമാണ്. എന്നാൽ 24 അവേഴ്സ് കഴിയുമ്പോൾ ആ ചിത്രം മാറുന്നു. സജിന എത്തുന്നു, എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തതാണ്, ഇത് ആരും അറിയാന്നുള്ള ഒരാൾ പാസ്വേഡ് മാറ്റി ചെയ്ത സംഭവമാണിത്, ഞാൻ അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ ചെയ്യരുത്, എന്നെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സജിന എത്തുന്നു. പിന്നീട് ഒരു വെളിപ്പെടുത്തലിന്റെ പൂരമായിരുന്നു. അതാണ് ഫിറോസ് തെളിവ് സഹിതം വോയിസ് റെക്കോർഡ്, വീഡിയോ റെക്കോർഡ് തുടങ്ങി നിരവധി സംഭവങ്ങൾ ഉണ്ട്. ഇതെല്ലാം കൊണ്ട് ഫിറോസ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ്. അയാൾ എവിടെയും പോയി പരാതിപ്പെടുകയോ അല്ലെങ്കിൽ ഇത് വേറെവിടെയെങ്കിലും കൈമാറുകയോ ഒന്നുമല്ല, താൻ കൊല്ലപ്പെട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫിറോസ് ഇതെല്ലാം കൊണ്ടുവരികയാണ്. അപ്പോൾ സജിന ഇപ്പോൾ ഇതിനൊന്നും പ്രതികരിച്ചിട്ടില്ല. റസൂൽ പൂക്കുട്ടിയും സജിനയുമായിട്ടുള്ള നിരവധി വോയിസ് ക്ലിപ്പുകളാണ്. അതിലെല്ലാം പറയുന്നുണ്ട് സജിന ഒരു തവണ അബോർഷനായി, ഇവർ 4 വർഷമായി ബന്ധത്തിലാണ്. ഇതിനു മുൻപേ സജിന ഒരു തവണ അബോർഷനായി. അപ്പോൾ സജിന റസൂൽ പൂക്കുട്ടിയോട് പറഞ്ഞിരുന്നു, ഇനി ഒരു കുഞ്ഞുണ്ടായാൽ അതിനെ കളയാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ സജിന തന്നെ ട്രാപ്പ് ചെയ്തതാണ് എന്ന രീതിയിലാണ് റസൂൽ പൂക്കുട്ടി സംസാരിക്കുന്നത്. ഇവർ തമ്മിൽ അഗാധമായ ബന്ധമുണ്ടെന്ന് സജിനയുടെ ഓരോ വാക്കുകളിലും വ്യക്തമാണ്. കാരണം ആദ്യത്തെ തവണ റസൂൽ പൂക്കുട്ടിയെ അങ്ങോട്ടാണ് സജിന സമീപിച്ചതെന്നും സജിനയ്ക്ക് ഒരു ബന്ധം വേണം, ശാരീരിക ബന്ധം വേണമെന്ന് സജിന ആവശ്യപ്പെട്ടതനുസരിച്ചാണ് റസൂൽ പൂക്കുട്ടി തയ്യാറായതെന്ന് സജിന പറയുന്നുണ്ട്. എന്നാൽ അടുത്ത പ്രാവശ്യം, അതായത് ഈ കുഞ്ഞ് ഗർഭിണിയായ സമയത്തുണ്ടായ ശാരീരിക ബന്ധം ഇവരുവരും പരസ്പര ഇഷ്ടത്തോടെ തന്നെ ചെയ്തതാണ്, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഇഷ്ടത്തോടെ ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. ഇതിലെല്ലാം ഒരു പേര് നമ്മൾ കേൾക്കുന്നുണ്ട്, ദിയാ സനയുടെ പേര്. സജിന ഫിറോസ് വിഷയത്തിൽ ദിയാ സനയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് ഈ വീഡിയോസും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കാരണം ദിയാ സന, ലക്ഷ്മി ജയൻ തുടങ്ങിയവരുടെ പേരൊക്കെ ഈ സംഭവത്തിലുടനീളം കേൾക്കുന്നുണ്ട്. ഇവർക്കുള്ള കോണ്ടാക്ട്സുകളെ കുറിച്ചും ഇവരാണ് സജിനയ്ക്ക് വളം വെച്ച് കൊടുക്കുന്നതെന്ന ഓരോ കാര്യങ്ങളും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദിയ ചില ആക്ഷേപ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് പേടിയാവുന്നേ, എനിക്കെതിരെ സൈബർ കേസ് വന്നേ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ. അതൊക്കെ ആര് ഉന്നം വെച്ചുള്ളതാണെന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത്. എല്ലാ രഹസ്യങ്ങളും അറിയുന്നത് ദിയാ സനയ്ക്കും ലക്ഷ്മി ജയനും ഒക്കെ ആയിരിക്കാം എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കണ്ടെത്തൽ. എന്താണെന്ന് പറഞ്ഞാൽ ദിയയുടെയും ലക്ഷ്മിയുടെയും സുഹൃത്താണ് സജിന എന്ന് പറയുന്ന സജിന നൂർ. ഈ സജിനയെ സംബന്ധിച്ചിട്ടുള്ള വലിയ പ്രശ്നമാണ് ഈ റസൂൽ പൂക്കുട്ടിയുമായുള്ള ഇഷ്യൂ. ഇതില് റസൂൽ പൂക്കുട്ടി ദിയക്കെതിരെ അല്ലെങ്കിൽ സജിനയ്ക്കെതിരെ വീഡിയോസ് അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുത്തോ, അതോ ഫിറോസ് ആണോ ഇവർക്കെതിരെ സൈബർ കംപ്ലൈന്റ് കൊടുത്തത്, ഇതൊന്നും നമുക്ക് അറിയാൻ വയ്യ. എന്താണെങ്കിലും ഇവർക്ക് എതിരെ ഇതിനിടയ്ക്ക് വലിയ വലിയ സംഭവങ്ങളാണ് നടക്കുന്നത്. വലിയ വലിയ ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അവിഹിത ബന്ധങ്ങളെ കുറിച്ചും ഒക്കെ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഫിറോസ് തെളിവ് സഹിതമാണ് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരിക്കുന്നത്.